Here we are gathered to witness the inauguration of most celebrated association of PSMO College of the Department of History 2024-25. A warm welcome to all. For the welcome speech, inviting our beloved Association Secretary, Muhammad Rashad. Good afternoon all. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് HOD പ്രൊഫസർ, ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് കെ സാർ, ഈ പരിപാടിയുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള ഗവൺമെന്റ് മലപ്പുറം കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ രാംദാസ് സാർ, ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ശരവണൻ സാർ, നമ്മുടെ റോഷിനി മിസ്, കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിൽ, നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ഇസ്ന, പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ. PSMO കോളേജ് യൂണിയൻ 2024-25 യൂണിയന്റെ ഹിസ്റ്ററി അസോസിയേഷൻ ഇനാഗുറേഷൻ വേദിയിലാണ് നാം എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, PSMO കോളേജിലെ 10 ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്. ഏകദേശം 220ഓളം കുട്ടികളുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നാണ്. കേവലം പോപ്പുലേഷനിൽ മാത്രമല്ല, അക്കാഡമിക്സ് പരമായാലും ആർട്സിലായാലും സ്പോർട്സിലായാലും മാഗസിൻ കോമ്പറ്റീഷനിലായാലും എന്ത് കോമ്പറ്റീഷൻ വന്നാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡോമിനൻസ് നമ്മൾ അവരെ കാണിക്കാറുണ്ട്. നമുക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ കഴിഞ്ഞ യൂണിയൻ ഫൈനാൻസ് തുടങ്ങുമ്പോൾ അത് നിലനിർത്താറുള്ളത്. അത് തിരിഞ്ഞല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കലാകാരന്മാർക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഷ്ടപ്പെട്ട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്ലറ്റിക്സ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ കൈവിടുകയില്ല. നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അത്ലറ്റിക്സിന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ നമ്മുടെ കൈപ്പട മാഗസിൻ കോമ്പറ്റീഷൻ ഇപ്പോൾ കഴിഞ്ഞു. അത് നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ ഉപയോഗിച്ച് നല്ലൊരു മികച്ചൊരു മാഗസിൻ തന്നെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരാനിരിക്കാൻ നമ്മളുടെ കഴിവ് നമ്മളെ അർഹതപ്പെട്ട ഒരു റിസൾട്ട് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിലവിൽ ഒരു പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ദിനത്തോടനുബന്ധിച്ച് ഒരു പസിൽ കോമ്പറ്റീഷൻ ഏകദേശം 10 ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉൾക്കൊള്ളിച്ച് വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിന് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നേറ്റത്തെ ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഞാൻ ദീർഘിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ റൌഫ് സാറെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ HOD റൌഫ് സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നമുക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഗവൺമെന്റ് കോളേജ് മലപ്പുറം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംദാസ് സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകളെ അടുപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശരവൺ സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PSMO കോളേജ് ഫാക്കൽറ്റി റോഷിനി മിസ്സിനെ ഈ പരിപാടിയിലേക്ക് ആശംസ അടുപ്പിച്ച് സംസാരിക്കാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PSMO കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സഫമോളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി റോസാറെ ക്ഷണിക്കുന്നു. പ്രിൻസിപ്പൽ, നമ്മുടെ ചീഫ് ഗസ്റ്റ്
ഡോക്ടർ രാംദാസ് സാർ, ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായിട്ടുള്ള ശരവൺ സാർ, റോഷ്ന മിസ്, നമ്മുടെ ചെയർമാൻ, അസോസിയേഷൻ സെക്രട്ടറി, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഹിസ്റ്ററി അസോസിയേഷന്റെ ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം രാംദാസ് മാഷയുടെ ഇൻവൈറ്റഡ് ടോക്കുമാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു ഷെഡ്യൂൾ. തീർച്ചയായിട്ടും സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരുണ്ട്. എഴുത്തുകാരന്റെ പ്രശസ്തമായിട്ടുള്ള വാചകമാണ്. അദ്ദേഹം കവിതയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം പറഞ്ഞു, എന്നോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ വാക്കുകളില്ല. എന്നോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കുന്ന പക്ഷം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് വാചാലനാണ് എന്ന് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് രാംദാസ് മാഷിനെ കുറിച്ച് എന്തെങ്കിലും പറയാ എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ കോളേജിലെ പൂർവ്വ അധ്യാപകൻ കൂടിയാണ് രാംദാസ് മാഷ്. ഈ ഹിസ്റ്ററി അധ്യാപക കൂട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അധ്യാപകൻ കൂടിയാണ് രാംദാസ് മാഷ്. വ്യത്യസ്ത ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകനായിട്ടും ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അധ്യാപകനായിട്ടും ഒക്കെ ഉള്ള രാംദാസ് മാഷ് നമ്മുടെ കോട്ടക്കൽ സ്വദേശിയാണ്. ഇപ്പോൾ മലബാർ ഗവൺമെന്റ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ്. എല്ലാത്തിനും ഉപരി എൻ്റെ അധ്യാപകനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കുറച്ച് മുൻപ് ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. പല കാരണങ്ങളാൽ നീണ്ടുപോവുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ നമ്മൾ രാംദാസ് മാഷിനോട് ഈ പ്രോഗ്രാമിൽ വന്ന് ഇവിടെ ഒരു വിഷയാവതരണം നടത്തണമെന്നും പറഞ്ഞിരുന്നു. ഏതായാലും നമ്മുടെ ഈ പരിപാടിയുടെ ഇനാഗുറേഷൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളാണ്. ഈ മറ്റൊരു വിഷയം, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളും രാംദാസ് മാഷും ഈ വർഷം തൽക്കാലം എന്തെയാണ് സർവീസിൽ നിന്ന് ബ്രേക്കിന് മാത്രമേ ഉള്ളൂ. അത് വേറെ രീതിയിൽ അവരുടെ വിജ്ഞാനത്തിന്റെ മേഖലയിൽ നിന്നോ അവരുടെ കർമ്മപഥങ്ങളിൽ നിന്നോ ഒരിക്കലും അവരുടെ ആ യാത്രയ്ക്ക് തടസ്സമല്ലാത്ത ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടേം മാത്രമാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്ന സംഗതി. നമുക്കറിയാം, ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിലോ എവിടെയെങ്കിലും ഒരു മുറിച്ചിട്ട് അത് ഇന്ന കാലഘട്ടം എന്ത് ചെയ്യുന്നില്ല അടയാളപ്പെടുത്താൻ സാധ്യമല്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിന് രാംദാസ് മാഷിനും പലപ്പോഴും നമ്മൾ കാണാറുള്ളത് റിട്ടയർമെന്റിന് ശേഷമാണ് എല്ലാവരും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് കർമ്മോത്സുകമായിട്ട് തങ്ങളുടെ പുതിയ മേഖലകൾ തിരഞ്ഞ് സ്വതന്ത്രമായിട്ട് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും ദീർഘായുസ്സും നല്ലൊരു ഭാവിയും ഉണ്ടാവട്ടെ എന്ന് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പ്രിൻസിപ്പളിനെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. For the inauguration, inviting our Honorable Principal, Dr. K. Hasil sir. Good afternoon. ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തെന്നോ അധ്യാപകനെന്നോ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ട രാംദാസ് സർ, ഡിപ്പാർട്ട്മെന്റ് HOD ഇൻചാർജ്, ഇപ്പോഴത്തെ അധ്യക്ഷൻ പ്രിയപ്പെട്ട റൌഫ്, മറ്റ് അധ്യാപകർ ശരവണൻ, മിസ് റോഷ്ന, യൂണിയൻ ചെയർമാൻ ഷാമിൽ, നിങ്ങളുടെ സെക്രട്ടറി മുഹമ്മദ് റഷാദ്, ഫാത്തിമ മിസ്ന, മറ്റ് പ്രിയപ്പെട്ട കുട്ടികളെ, കുറേ തവണ റഷാദും ഇഷാമും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരങ്ങനെ വരും, വളരെ പൊളൈറ്റായ രണ്ട് കുട്ടികൾ. അതെന്താ പറയുന്നത്, പല സമയത്ത് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയില്ല, അത് മാറ്റണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റുകളൊക്കെ അവർ റെഡിയാണ്, എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ്.
അത് നടന്ന് കിട്ടിയാൽ മതി. ഓക്കെ, പ്രശാന്ത് ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്രശാന്തിന്റെ ആ വെൽക്കം അഡ്രസ് പോലും അത്യാവശ്യം ഹോംവർക്ക് ചെയ്ത് എന്നെ പറഞ്ഞതാണ്. വെറുതെ കൂടെ ആവശ്യമായി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. അത് അങ്ങനെയാണ് വേണ്ടത്. ഇതൊക്കെ ഒരു ട്രെയിനിങ് ആണ്, കുട്ടികൾക്കുള്ളൊരു ട്രെയിനിങ് ആണ് ഇത്തരം പരിപാടികളൊക്കെ. ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ട് കുട്ടികൾ 2-3 കൊല്ലത്തെ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് വലിയൊരു പാസ്റ്റ് ഉണ്ട്. ദി സൈറ്റ്സ് ഓഫ് പാസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഞാൻ അങ്ങനെ പറയാറ്, ദി സൈറ്റ്സ് ഓഫ് പാസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഓക്കെ, അതാണ് ഹിസ്റ്ററി. PSMO ഹിസ്റ്ററിക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇന്ന് തുടർന്ന് കൊണ്ടുപോകുന്ന കുട്ടികളാണ് നിങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. റഷാദ് ഭംഗിയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മത്സരവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് പറയേണ്ടത്. എല്ലാ പറഞ്ഞതിന് കൂടുതലും ഒരു വാക്ക് ആയിരുന്നു കഷ്ടപ്പെട്ട്. ഓക്കെ, കഷ്ടപ്പാടുണ്ടാവും, സെക്രട്ടറി കഷ്ടപ്പാടുണ്ടാവും, യൂണിയൻ ചെയർമാൻ കഷ്ടപ്പാടുണ്ടാവും. ഓക്കെ, അതാ കഷ്ടപ്പാടും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഏതായാലും നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ്. കോർഡിനേറ്റ് ചെയ്ത് കോളേജിന്റെ ആർട്സ് ഫെസ്റ്റിവൽ ഭംഗിയായി നിങ്ങൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനിയും പ്രതീക്ഷ കൈവിടാതെ സ്പോർട്സിലാണ് കണ്ടുവെക്കുന്നത്. ഓക്കെ, ആ ട്രോഫിയെങ്കിലും പാർട്ടികൾ കൊടുക്കട്ടെ. ഓക്കെ, ഏതായാലും പ്രവർത്തനങ്ങൾ ചെയ്യാം, ഒരുമിച്ച് നിൽക്കാം. ഓക്കെ, കോർഡിനേറ്റ് ചെയ്യാൻ സെക്രട്ടറി ഉണ്ടെങ്കിൽ സെക്രട്ടറിയുടെ കൂടെ നിന്നുകൊണ്ട്, കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും എന്താ പറയുക, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതാണ് കോളേജ് തലത്തിലുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. PG കുട്ടികൾക്ക് ഇത്തരം ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടൂല. ഡിഗ്രി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാലഘട്ടമാണ്. അതിൽ കിട്ടുന്ന മത്സരങ്ങളും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക, പ്രസാദിന്റെ കൂടെ നിൽക്കുക. ഇനിയുള്ള ഈ ഒരു മാസം വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. ഫെബ്രുവരിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ അടക്കം. അത് കഴിഞ്ഞാൽ ഫൈനൽ കുട്ടികളൊക്കെ ഏകദേശം കഴിഞ്ഞു, പരീക്ഷ ഷെഡ്യൂൾ ചെയ്തു. അതിന് മുമ്പ് നിങ്ങൾക്ക് സന്തോഷം, വളരെ ഹാപ്പി ന്യൂസ് അറിയിക്കുകയാണ്. ഓക്കെ, 3-ാം തീയതി മുതൽ 6th കുട്ടികൾക്ക് മോഡൽ എക്സാം ആണ്. ഓക്കെ, 11th മുതലുള്ള വീക്കിൽ ഫസ്റ്റ് സെമിനും സെക്കൻഡ് സെമിനും കമ്പൈൻഡ് ആയിട്ട് സെൻട്രലൈസ് ഇന്റേണലാണ്. ഓക്കെ, ഹാപ്പി ആണോ? ഓക്കെ, അപ്പോൾ പഠിച്ചോളാം. ഇനി പഠനത്തിന് വേണ്ടി കുറെ സമയമൊക്കെ മാറ്റി വെക്കുക. തമാശ പറഞ്ഞതല്ല, കാരണം അവസാന വർഷ കുട്ടികളുടെ സമയം എണ്ണപ്പെട്ടു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടഡ്. ഓരോ ദിവസവും ഒരു ദിവസം വെട്ടിക്കൊണ്ട് നിങ്ങൾ കണ്ടത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. ഓക്കെ, അതൊക്കെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല കുട്ടികളായി ഡിപ്പാർട്ട്മെന്റിന്റെ പാരമ്പര്യക്കണം. പാശസാർ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റാണ്. ഓക്കെ, അറിയാലോ, പാശസാർ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ആ തുടക്കം അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫൗണ്ടേഷൻ ഇട്ടത്. പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകർ വർക്ക് ചെയ്തിട്ടുണ്ട്. രാംദാസ് സാർ ഇവിടെ കുറച്ചു കാലം ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 96-96 കാലഘട്ടത്തിലാണ്. പിന്നെയാണ് അദ്ദേഹം മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് പോയത്. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുന്നത് 2019 അദ്ദേഹം നമ്മുടെ ഒരു പാരന്റ് ആയിരുന്നു. മകനെ ചേർക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ വന്നപ്പോഴാണ് കൂടുതൽ അടുത്തതും പരിചയം. പേര് ഞാൻ കേട്ടിട്ടുണ്ട്. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, യൂണിറ്റിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അധ്യാപകരുണ്ട്. PSMOയിൽ വന്നപ്പോൾ അത് PSMOയുടെ വേറൊരു പതിപ്പാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ കുറേ കോളേജുകളുണ്ട്. ഈ നമ്മുടെ കോളേജിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഒരുപാട് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടുണ്ട്. അതാ പറഞ്ഞത് നിങ്ങളുടെ പാരമ്പര്യം അതാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ്. എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, സാറിന് നമ്മുടെ ഒരു റിസർച്ച് ഫാക്കൽറ്റി ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല എന്നുള്ളത് അത് വേറെ കുറച്ച് കളികളാണ്. യൂണിവേഴ്സിറ്റി തലത്തിൽ അംഗീകാരം കിട്ടിയില്ല, എന്താണെന്നറിയില്ല, മറുപടി പോലും വന്നിട്ടില്ല എന്നിപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. നമ്മുടെ റിസർച്ച് ഗൈഡ് ആയിക്കൊണ്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി നിൽക്കാൻ സാറ് ആഗ്രഹിച്ചിരുന്നു, ഞാനും ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, അതിന്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി അയച്ചിരുന്നു. എങ്കിലും എന്തിനാണെങ്കിലും സാറിന് PSMO എന്നുള്ളത്, PSMOയിൽ പഠിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞ കാലം പഠിച്ചിട്ടില്ലെങ്കിലും PSMO എന്നുള്ള ഒരു വികാരം സാറിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ആ ഒരു PSMO വികാരമാണ് നമ്മളെയൊക്കെ ചേർത്ത് നിർത്താറ്. ഓക്കെ, ഏതായാലും സന്തോഷം സാർ ഇന്നത്തെ ഈ പരിപാടിയിൽ. അതും ഞാനിപ്പോൾ പറഞ്ഞ റിട്ടയർമെന്റ് വർഷം, പിന്നെ റൂപ് സാർ പറഞ്ഞതുപോലെ റിട്ടയർമെന്റ് താൽക്കാലിക, ആ വാക്ക് എനിക്ക് മനസ്സിലായില്ല. റിട്ടയർമെന്റ് താൽക്കാലികമല്ല, പെർമനന്റ് ആണ്.
ഏതായാലും ആ ഒരു സമയത്താണ് സാറ് ഈ വർഷം സാറ് മെയിലാണ്, ഞാൻ ഏപ്രിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ വരുന്നില്ല പ്രശാദോട് പറഞ്ഞിരുന്നു. കാരണം ഒന്ന് പുറത്തുപോയി വന്നതാണ്, ഇനി നിർബന്ധമില്ലെങ്കിൽ അതുകൊണ്ട് വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ സാറ് അവിടെ വന്നതുകൊണ്ട് സാറ് കൂടെ വന്നതാണ്. ഏതായാലും കുട്ടികളെ ഒരുമിച്ച് ഞാൻ പറയാറുണ്ട്, എൻ്റെ സബ്ജക്റ്റ് ബോട്ടണിയാണ്. ബോട്ടണി കഴിഞ്ഞാൽ ഞാൻ PSMOയിൽ പ്രിൻസിപ്പലായിട്ട് ഏറ്റവും അധികം പഠിച്ചത് ഹിസ്റ്ററിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. കാരണം ഹിസ്റ്ററി ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ പ്രോഗ്രാംസ് ഏറ്റവും അധികം ഞാൻ അറ്റൻഡ് ചെയ്തതും ഇന്റർനാഷണൽ സെമിനാർ അടക്കം നമ്മൾ നടത്തിയതും ഈ PSMOയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഇന്റർനാഷണൽ സെമിനാർ നടത്തിയ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റാണ്. 2017 പ്രൊഫസർ ദാവൂദ് അലിയാണെന്ന് വന്നത്. ഓക്കെ, റസാഖ് സാറിന്റെ HOD PPM റസാഖ് സാറ് കുട്ടിക്ക് പരിചയം ഉണ്ടാവും. ഓക്കെ, പിന്നെ സാറെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ എത്തിച്ചിട്ട് കൂടെ ദാവൂദ് അലിയെ കൂടെ എത്തിച്ചതാണ്. ഓക്കെ, PSMO കോളേജിലേക്ക് റിസർച്ച് കൊണ്ടുവന്നത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റാണ്. ഫസ്റ്റ് റിസർച്ച് സെന്റർ ഹിസ്റ്ററിയാണ്. ഓക്കെ, 2011. അപ്പൊ അങ്ങനെയൊക്കെ വലിയൊരു പാരമ്പര്യത്തിന്റെ ബാക്കിയുള്ള കുട്ടികളെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠനവും റിസർച്ചും മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് അറിയിച്ചുകൊണ്ട് സാറിന്റെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, വാട്ട് ഈസ് ഹിസ്റ്ററി അല്ല, വാട്ട് ഈസ് നോട്ട് വേണമെങ്കിൽ ആവാം, വേണമെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ഹിസ്റ്ററി എന്നും വാട്ട് ഈസ് നോട്ട് ഹിസ്റ്ററി എന്നും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അത് സാറ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരും. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കാരണം അസോസിയേറ്റ് ഇനാഗുറേഷൻ ഏകദേശം നമ്മളൊരു അവസാനത്തിലേക്ക് എത്തുവാണ്. ഇനി 2-3 ഡിപ്പാർട്ട്മെന്റ് ബാക്കിയുള്ളൂ. അല്ലെ ഷാമിൽ? 3 ഡിപ്പാർട്ട്മെന്റ് ബാക്കിയുള്ളൂ. 1-2 ഇടത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, പലതിലും പങ്കെടുക്കാറില്ല, കാരണം സമയം കിട്ടാത്തതുണ്ട്. ഏതായാലും ഹിസ്റ്ററിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഓക്കെ, ഏതായാലും വളരെ സന്തോഷത്തിന്റെ കൂടെ ഈ സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്നോട് ഉദ്ഘാടനം പറഞ്ഞത് കൊണ്ട് മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു സാറൊക്കെ ഉദ്ഘാടനവും ഒരു ടോക്കോട് ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ ഉദ്ഘാടനത്തിൽ വിളിച്ചത് കൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ വർഷത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഉദ്ഘാടനത്തിൽ പ്രഖ്യാപിക്കുന്നു. പ്രസാദിന്റെ എല്ലാ ആശംസകളും. കീനോട്ട് അഡ്രസ്സിന്റെ മുമ്പ് രാംദാസ് മാഷിന് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിൻസിപ്പൽ ഓഫീസർ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രൊഫസർ, രീതിയിലുള്ള സർ, ഷാമിൽ, പ്രശാന്ത്, and of course സൈക്കലി എന്നത് ഞങ്ങളുടെ സുഹൃത്താണ്. ഇത്തരത്തിൽ PSMO കോളേജിൽ വന്നിട്ട് നിങ്ങളോട് ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയത് വലിയ സന്തോഷം. അസിസ്ഥാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ PSMO കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഞങ്ങൾ വേറെ ബഹുമാനിക്കുന്ന പല അധ്യാപകരും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി. ഇത് മാത്രമല്ല, മലപ്പുറം ഗവൺമെൻറ് കോളേജ് ഏത് സമയത്താണെങ്കിലും ഒരു 5-6 അധ്യാപകർ PSMOയുടെ അലുമിനായി ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും സംസാരത്തിലാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് കയറി വരുന്ന ഒരു പ്രത്യേക പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെയാണ് ഞങ്ങളൊക്കെ PSMO എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അതിൽ ചെറിയ ഭാഗമാണ് ഈ ട്രെയിനിങ് അസിസ്റ്റർ പറഞ്ഞതുപോലെ ഞാനിവിടെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോന് അവൻ ഫിസിക്സ് പഠിച്ചിട്ടുള്ളതെന്നാണ്. ആ അർത്ഥത്തിൽ അസിസ്റ്റാറിൽ PSMO കോളേജ് ഇതുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്തോഷ അന്വേഷണം ഞാൻ പങ്കുവയ്ക്കുന്നു. ഹിസ്റ്ററി അസോസിയേഷൻ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് അവാർഡ് ദാനമാണ്. അതിനുവേണ്ടി ഡോക്ടർ രാംദാസ് സാറിനെയും അസീസ് സാറേയും ക്ഷണിച്ചുകൊള്ളുന്നു.
കലോത്സവത്തിൽ നമ്മുടെ എല്ലാവർക്കും അറിയാം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഇഞ്ചോടിഞ്ച് പോരാട്ടം അധികം കാണിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികളും നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒട്ടുമിക്ക സീസോണിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പോപ്പ് സോങ്ങിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ച ഷിക A6B ഹിസ്റ്ററി. അടുത്തതായി നാജിയ ബി S4 ഫസ്റ്റ് പ്രൈസ് ഓഫ് ഓപ്പന. നെക്സ്റ്റ് ഖദീജ മഹ്സൂക ഫസ്റ്റ് പ്രൈസ് ഓപ്പന. First prize folk dance. Anukrishna absent. Anupal Shahal P S4 first prize essay writing Malayalam. ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ അദ്നാൻ KK S2 പിന്നെ അതുപോലെ തന്നെ S4ലുള്ള നസീബും ആബ്സെന്റ് ആണ്. അടുത്തതായി അദ്നാൻ KK ക്ഷണിച്ചു കൊടുക്കും. 54 കിലോഗ്രാം ഫുൾ കോണക്ട് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് നമ്മുടെ അദ്നാൻ. അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള രാംദാസ് സാറിനുള്ള അവാർഡാണ്. താങ്ക് യു സർ ഫോർ ബീയിങ് ഹിയർ വിത്ത് us. നമ്മള് സാധാരണ പറയാറുള്ള അധ്യാപകരെ നമ്മൾ സ്വാധീനിക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ ഈ നമ്മള് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും സാറ് വായിച്ച പുസ്തകങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞു തരികയും ചെയ്ത് നമ്മളെ ആ ഒരു ലോകത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് രാംദാസ് മാഷിന് നമ്മുടെ വകയായിട്ട് ഒരു പുസ്തകം സമ്മാനിച്ചു. Now, for the facilitation, would like to invite Ms. Sharavanan, Assistant Professor, Department of History.
Good afternoon. Most respected principal, today is our chief guest, Dr. Ramdas sir. Ramdas സാറിനെ കുറിച്ച് പറയുന്നത് എനിക്ക് സർവീസിൽ കയറി അന്ന് മുതൽ കാലം അറിയാം. മനുഷ്യന്മാർക്ക് ഇത്രയൊക്കെ സിമ്പിളാകാൻ പറ്റും. ശരിക്കും ഷോക്കായിട്ടുണ്ട്. ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം ആദ്യത്തെ പേപ്പർ വാല്യൂഷൻ നടക്കുന്നത് മലപ്പുറം കോളേജിലാണ്. ഒരു സീനിയർ ആണ്, ജൂനിയർ ആണെന്ന് യാതൊരു തരത്തിലുള്ള പാർട്ടീഷനും ഇല്ലാതെ നമ്മളോട് ഇടപെടില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ എത്രത്തോളം സിമ്പിളായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കണ്ട ആളുകളിൽ വെച്ച് വളരെ ചുരുക്കം ആളുകളാണ് അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അതിലൊരാളാണ് രാംദാസ് സാർ. സാറിന് ഇതൊരു അക്കാഡമിക് സെഷനാണ്. അസോസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു അക്കാഡമിക് സെഷനാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച യൂണിയൻ ഭാരവാഹികളും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറിയും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. So, as a historian, as a scholar, while reading the text, the two things will differ. The first one, story behind the history. The second thing, the history behind the story. You have to remember the story behind the history, then the history behind the story. ഇതിലൊന്ന് പ്രശ്നമാണ്. ഈ പറഞ്ഞതിൽ ഒന്ന് പ്രശ്നമാണ്. നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സന്റെ ടോക്ക് എന്ന് പറയുന്നത് വൈ ഈസ് നോട്ട് ഹിസ്റ്ററി എന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് നോട്ട് ഹിസ്റ്ററി എന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സ്റ്റോറി ബിഹൈൻഡ് ദ ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദ സ്റ്റോറി. നമ്മൾ ഹിസ്റ്ററി പലപ്പോഴും പറയാറുണ്ട് എംപറിക്കൽ നോളേജ് അല്ലേ. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് എംപറിക്കൽ നോളേജ് എന്ന് പറയും. എംപറിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസും ഒബ്സർവേഷനുമാണ്. നമുക്ക് കിട്ടിയ എന്ന് നമ്മളോട് സംവദിക്കാൻ പോകുന്ന രാംദാസ് സാറ് ഇതിന് ആപ്റ്റായിട്ടുള്ള ആളാണ്. ഓക്കെ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാറിന് ഒരു ഇൻഫോർമൽ ആയിട്ട് ഞാനൊരു നന്ദി അറിയിക്കണം. അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന അസോസിയേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Again, for the facilitation, we would like to invite Ms. Roshni, faculty member, Department of History. Respected principal and our esteemed guest Ramdas sir, HOD Rao sir, Sharan sir, and Association Secretary Rashad and Chairperson, and my dear students. Okay, ഞാൻ കൂടുതലൊന്നും നിർദ്ദേശിക്കുന്നില്ല. നമ്മുടെ അസോസിയേഷന്റെ ഇനാഗ്രേഷന് വളരെ ആക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാംദാസ് സാർ. ഇതിനു മുമ്പ് സാറിന് ഒരുപാട് സെഷനുകൾ ടോക്കുകൾ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷനും നമുക്ക് എന്താണ് എത്രയും നല്ലത്, വളരെ ഹെൽപ്ഫുൾ ആവും. നമ്മുടെ ഒരു അസോസിയേഷൻ ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് അതിലേറെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോക്ക് ആവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ആവട്ടെ, നിങ്ങളെ പോലെ ഞാൻ സാറിൻ്റെ ഒരു ടോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ അസോസിയേഷന് വേണ്ട എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു. Next presentation will be given by Ms. Mohammed Shamil, Chairman of PSMO College, Union. Good afternoon. വേദിയിലിരിക്കുന്ന ചീഫ് ഗസ്റ്റ് ഡോക്ടർ രാംദാസ് സർ, പ്രസിഡൻഷ്യൽ അഡ്രസ് നിർവഹിച്ചിട്ടുള്ള HOD പ്രൊഫസർ ശരൺ സർ, റോഷ്നി അസോസിയേഷൻ സെക്രട്ടറി റഷാദ്, മറ്റു വേദിയിൽ സദസ്സിലിരിക്കുന്ന അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ PSMO കോളേജ് യൂണിയന്റെ 7ാമത്തെ അസോസിയേഷൻ ഇനാഗുറേഷനാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് മന്തായി അവസാനമായി കോളേജിൻ്റെ. എല്ലാവർക്കും അറിയാം നമ്മളെ വാല്യൂഷനും അതുപോലെ
എക്സാമൊക്കെ ആയിട്ട് ലേറ്റ് ആയതാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ ആർട്സും ഇതൊക്കെ നടന്നത് വാല്യുവേഷൻ എക്സാമിൻ്റെ ഇടയിലാണ് നമ്മൾ ഓരോ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ ഓരോ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മാസമാണ് നമുക്ക് ഗ്യാപ്പ് കിട്ടിയത്. കഴിഞ്ഞ മാസം ആർട്സ് സീസണൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഈ ഒരു മാസത്തിൽ നമ്മൾ ഇന്റർസോൺ വരുന്നുണ്ട്. ഇന്റർസോൺ 22 to 26 അതിലും നമ്മൾ ഏകദേശം 28ഓളം ഐറ്റംസ് നമ്മൾ പോകുന്നുണ്ട് ഈ വർഷം. അതിൽ 9 ഗ്രൂപ്പ് ഐറ്റംസും പോകുന്നത്. അപ്പോൾ ആ ഒരു 4-5 ദിവസം അങ്ങനെ പോകും. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഗെയിംസ് കഴിഞ്ഞു, ഇനി സ്പോർട്സാണ് 20-ാം തീയതി വരുന്നത്. അതും ഈ ഒരു ആഴ്ചയിൽ വെക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ബികോമിൻ്റെ IV കാരണം ഒരു 19th എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 20-ാം തീയതി വെച്ചതാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പിന്നെ അസോസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അസോസിയേഷൻ സെക്രട്ടറി നിനക്ക് പ്രശാദ് പ്രവർത്തനങ്ങൾക്കായാലും എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏത് കാര്യത്തിൽ വിളിച്ചാലും ഒപ്പം തന്നെ ആയാലും കൂടെ എല്ലാ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആർട്സിലായാലും ആർട്സൊക്കെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് മേടിച്ച് തന്നിട്ടുണ്ട്. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രശാദിനെ. അതുപോലെ ഏതായാലും ഈ ഒരു ഇനിയിപ്പോൾ നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. 27th നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനും നിങ്ങളെല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി കഴിഞ്ഞ് നമ്മുടെ 28-ാം തീയതിയോടുകൂടി ഏകദേശം പരിപാടികളൊക്കെ കഴിയും. പിന്നെ നോമ്പായി എക്സാമായി അങ്ങനെ പോകും. ഏതായാലും ഈ ഒരു അസോസിയേഷൻ ഇനാഗുറേഷന് എല്ലാവിധ ആശംസകളും യൂണിയൻ്റെ ഭാഗത്തു നിന്നും നേരുന്നു. അതോടൊപ്പം തന്നെ പ്രശാദിനും ബാക്കിയുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നിർത്തുന്നു. താങ്ക് യു. നമുക്ക് ഒരു അവാർഡും കൂടെ പെൻഡിങ് ആയിട്ടുണ്ട്. നമ്മുടെ കോളേജിന്, ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല കോളേജിന് തന്നെ അഭിമാനമായിട്ടുള്ള റിപ്പബ്ലിക് ഡേ ക്യാമ്പ് ഡൽഹി 2024 കർത്തവ്യ പാത്തിൽ പങ്കെടുത്ത നമ്മുടെ ഫോക്കായിട്ടുള്ള നസീഫിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാംദാസ് സാറിനെ സ്വീകരിക്കാൻ വേണ്ടി നസീഫിനെയും വെൽക്കം ചെയ്യുന്നു. Now for the vote of thanks, inviting Ms. Fatima Misna from S2BA History. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ദീർഘമായ പ്രസംഗത്തിന് ഒതുങ്ങുന്നില്ല. അതിനുള്ള ആവശ്യത്തിലല്ല പലരും കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരിക്കലും ഗവൺമെന്റ് കോളേജിലെ രാംദാസ് സർ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പ്രിയമത എന്നുള്ള കുട്ടീൻ്റെ അച്ഛനാണത്. അപ്പൊ നമ്മളങ്ങനെ രാംദാസ് സർ അച്ഛനാ. ഇന്നലെ നമ്മൾ ഫ്രണ്ട് എടുത്ത് പറഞ്ഞിരുന്നത് അച്ഛൻ ആ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് ആയിരുന്നു. നമ്മളെ ഫ്രണ്ടിൻ്റെ അച്ഛന് നമ്മളെ കോളേജിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരാന്നുള്ളൊരു ഹാപ്പിനെസ്സിലാണ്. ടോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറേ തിരക്കുണ്ടായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് എത്തിയിട്ടില്ല. ഗസ്റ്റ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം അറിയിച്ചിട്ടില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറി റഷാദിനെ നന്ദി അറിയിക്കുകയാണ്. ഏത് പരിപാടിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ പറയല് റഷാദിനെ കാണാൻ വയ്യ, ഓർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓൺ അങ്ങനെ കാണാൻ വയ്യാണ്. അത് ആ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു എന്താ പറയുക, ഒരു കാതലാണത്. അതിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റേറ്റിൽ നന്ദി അറിയിക്കുന്നു. പിന്നീട് നമുക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച ശരവണൻസ്, നമ്മുടെ റോഷനി മിസ്, കോളേജ് ചെയർമാൻ മുഹമ്മദ് ഷാമി എല്ലാം കൂടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അതിൻ്റെ മുന്നേ
സാറുടെ ഒരു ടോക്ക് ഉണ്ട്, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിട്ടുള്ള അതിനാണല്ലോ. സാറെ ആ ഒരു പ്രോഗ്രാമിലൂടെ വെൽക്കം ചെയ്തിട്ട് ഞാൻ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.